ബീപ്ലാപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ മീര എന്ന് പേരുള്ള ഒരു നല്ല കുട്ടി ഉണ്ടായിരുന്നു. അവളൊരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ്. പക്ഷെ അവളുടെ സ്വപ്നം വളരെ വലുതാണ്. അതായത് ഫേമസ് ആയ ഒരു ചെഫ് ആകണമെന്ന്. പാചകം അവൾക്കൊരു ജോലി മാത്രമല്ല, അത് അവളുടെ ജീവിതമാണ്. അവൾ തന്റെ അമ്മയിൽ നിന്നും പുതിയ പുതിയ പാചക രീതികൾ പഠിച്ചു. അവൾ പുതിയതായി ഏത് പാചകം ചെയ്താലും ആ ഗ്രാമം മൊത്തം അവളെ പുകഴ്ത്തുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളുടെ സ്വപ്നം വിജയിക്കാനുള്ള സമയം എത്തി. ആ ഗ്രാമത്തലവൻ ഒരു മത്സരത്തിനെ കുറിച്ച് അറിയിച്ചു. കേൾക്കൂ 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 ഗ്രാമത്തെ മക്കളെ, നമ്മളുടെ ഗ്രാമത്തിൽ ഒരു വലിയ മത്സരം നടക്കാൻ പോവുകയാണ്. ചേടാ മുതലാളി, ഇപ്പോഴെന്താ പുതിയ മത്സരം നടക്കാൻ പോകുന്നത്? ബെസ്റ്റ് ഷെഫിന്റെ മത്സരം. എന്ത് ബെസ്റ്റ് ഷെഫിനുള്ള മത്സരമോ? എന്ന് വെച്ചാൽ പാചക മത്സരം നടക്കാൻ പോകുന്നോ? അതെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. തലവൻ സാറേ, ഒരേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാമോ? ചേടാ ഇവിടെ നോക്കൂ മീര, നീ വളരെ നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ. നീ ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. തീർച്ചയായും തലവൻ സാറേ. പക്ഷേ ഈ മത്സരത്തിൽ ജയിച്ചാൽ സമ്മാനം എന്താണ്? സമ്മാനമോ? യാർ ഇതിൽ ജയിക്കുന്നുവോ അവർക്ക് നഗരത്തിലുള്ള വലിയ ഹോട്ടലിൽ ഷെഫ് ആകാനുള്ള ഒരു അവകാശം കിട്ടും. ഇത് കേട്ടതും മീരയുടെ ഹൃദയം വേഗത്തിൽ തുടിക്കാൻ തുടങ്ങി. എന്തു പറ്റി മീര, നീ എന്തിനാ ഇത്രയും ഷാക്കാവുന്നത്? ഒന്നുമില്ല തലവൻ സാറേ, ഞാൻ ഈ മത്സരത്തിൽ എങ്ങനെയെങ്കിലും ജയിക്കണം. ഇത് എന്റെ സ്വപ്നമാണ്. ഞാൻ ഒരു വലിയ ഷെഫ് ആകണമെന്നത്. അല്ല മീര ചേച്ചി, നിങ്ങളാണ് ഈ ഗ്രാമത്തിൽ അത്ഭുതമായ ഷെഫ്. ഈ മത്സരത്തിൽ വിജയിച്ചാൽ നിങ്ങൾ നഗരത്തിലേക്കും പോവും. അതേ മീര, കല്ലുവേട്ടൻ പറയുന്നത് നേരാണ്. നീ ഈ മത്സരത്തിൽ തീർച്ചയായും പങ്കെടുക്കണം. അതെ അതെ, തീർച്ചയായും. എല്ലാവരും ശരിയാണ് പറഞ്ഞത്. മീര ഈ ഗ്രാമത്തിൽ കളിയുള്ള കുട്ടിയാണ്. നമ്മളുടെ ഗ്രാമത്തിന് നല്ല പേര് വാങ്ങിത്തരും. എന്താണ് മീര, നീ പങ്കെടുക്കുമല്ലോ? ശരി തലവൻ സാറേ, നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ജയിക്കാനും ശ്രമിക്കും. ഇവിടെ നോക്കുമോളെ, നീ എന്തിനും വിഷമിക്കണ്ട. ഞങ്ങൾ എല്ലാവരും നിനക്ക് സപ്പോർട്ടാണ്. ഇനിയും കുറച്ച് ദിവസത്തിൽ ആ മത്സരത്തിന്റെ ജഡ്ജ് നമ്മളുടെ ഗ്രാമത്തിലേക്ക് വരാൻ പോകുന്നു. നമ്മുടെ ഗ്രാമത്തിന് എന്തിനാണ് തലവൻ സാറേ? അവർ ഇവിടെ ഉള്ള ഏർപ്പാടുകളൊക്കെ ശരിയാണെന്ന് നോക്കും. പിന്നെ ചില കേൾവികളും കേൾക്കും. നീ ഒന്നിനും പേടിക്കണ്ട. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷേ ഈ പരീക്ഷ എങ്ങനെയാണ് നടക്കും? നഗരത്തിൽ നടക്കും കല്ലു. അദ്ദേഹം നഗരത്തിൽ വലിയ ഷെഫായിട്ടുണ്ട്. അതായത് സിറ്റിയിലെ ഫേമസ് ആയ ചെഫ് വരാൻ പോകുന്നോ? അതും നമ്മുടെ പീർപ്പാൽ ഗ്രാമത്തിലേക്കോ? മീരയുടെ വിഷമം ഇപ്പോൾ വീണ്ടും അധികമായി. കാരണം തലവൻ സാർ അവർ സിറ്റിയിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് വരുന്നെന്ന് പറഞ്ഞതും മീരയ്ക്ക് തന്റെ വീട് ഓർമ്മ വന്നു. തന്റെ വീടിനെ ഓർത്ത് അവൾ മനസ്സിൽ എന്ത് കരുതിയെന്നാൽ, ആ ഫേമസ് ആയ ചെഫ് നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നാൽ എന്ത് കരുതുമെന്ന് അറിയില്ലല്ലോ. മീര, എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിനക്കിതിൽ മത്സരിക്കാൻ പേടി തോന്നുന്നുണ്ടോ? ഇല്ല റീന ആന്റി, നമ്മുടെ ഗ്രാമത്തിൽ അടുപ്പും വൈക്കോലും വെച്ചാണ് പാചകം ചെയ്യുന്നത്. പക്ഷേ സിറ്റിയിലൊക്കെ സിലിണ്ടറിലായിരിക്കും പാചകം ചെയ്യുക. അവർക്ക് ഇതുപോലെ വൈക്കോലിൽ ചെയ്യുന്ന ആഹാരം ഇഷ്ടമാകുമോ എന്ന് പറയൂ. പുകയിലും മണ്ണടുപ്പിലും ഉണ്ടാക്കുന്ന നമ്മുടെ പാരമ്പര്യ ആഹാരം അവർക്ക് ഇഷ്ടമാകുമോ? അത് വിചാരിച്ച് എനിക്ക് പേടിയാകുന്നു. നീ പറയുന്നത് നേരാണ്. പക്ഷേ നിന്റെ കയ്യിൽ മാജിക് ഉണ്ട് മീരെ. പിന്നെ നിന്റെ സ്വപ്നത്തിൽ നീ ഇപ്പോൾ വിജയിച്ചു കാണിക്കണം. അതേ റീന ആന്റി, ഞാൻ ജഡ്ജസിനെ എന്റെ പാചകം കൊണ്ട് ആകർഷിച്ച് ജയിച്ചു കാണിക്കും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. കുറച്ചു ദിവസത്തിനകം പീപ്പിൾപൂർ ഗ്രാമത്തിലേക്ക് ഫേമസ് ആയ 3 ഷെഫ് ജഡ്ജസ് അവിടേക്ക് വന്നു. ഗ്രാമം മൊത്തം വളരെ ഉത്സാഹത്തോടെയായിരുന്നു. ജനങ്ങളൊക്കെ അവരെ കാണാനായി അവിടെ ഒന്നിച്ചു കൂടി. ജഡ്ജസ് മീരയുടെ വീട്ടിലേക്ക് പോയി. നിങ്ങളാണോ മീര? അതെ സർ, ഞാനാണ് മീര. നിങ്ങളുടെ ഗ്രാമത്തിൽ സിലിണ്ടർ പോലെ വസതികൾ ഇല്ലേ? ഇല്ല, ഞങ്ങൾ ഇവിടെ മണ്ണടുപ്പിലും പുല്ലുകളുടെ സഹായം കൊണ്ടാണ് പാചകം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വരെ ഈ പുല്ലുകൾ വെച്ചാണ് പാചകം ചെയ്യുന്നത്? ഞാൻ ഈ അടുപ്പിൽ രുചിയുള്ള ആഹാരം ചെയ്യും. കാരണം ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം. മീര, നിങ്ങൾക്ക് ഈ മത്സരത്തിന്റെ റൂൾസ് എല്ലാം അറിയാമല്ലോ. ഞങ്ങൾ വെറും രുചി മാത്രമല്ല, ഞങ്ങൾ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കും. നിങ്ങളുടെ പ്രസന്റേഷൻ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഹാർഡ് വർക്ക് ഞങ്ങൾ കാണും. എനിക്കറിയാം സർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മത്സരത്തിൽ ചേർന്നത്. ഞാൻ എന്നെ കൊണ്ടാവുന്നത്ര ശ്രമിക്കും. എന്റെ സ്വപ്നത്തിൽ വിജയിച്ചു കാണിക്കും. കുറച്ചു സമയത്തിനകം ആ മത്സരം തുടങ്ങി. മീര പാചകം ചെയ്യാനും തുടങ്ങി. അവൾ തന്റെ കയ്യിൽ ഉണങ്ങിയ ഓല എടുത്തു. അത് കത്തിക്കാനായി ശ്രമിച്ചു.
പക്ഷെ ഗ്രാമത്തിലെ വേഗമായ കാറ്റ് കാരണം അത് വീണ്ടും അണഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സ്ത്രീയെ കൊണ്ട് പാചകം ചെയ്യാൻ പറ്റുമോ? എനിക്കും ഇതേ ചോദ്യമുണ്ട്. എന്താ നടക്കാൻ പോകുന്നതെന്ന് കാണാം. പക്ഷേ ഗ്യാസ് ആവശ്യമായ വിഷയങ്ങളില്ലാതെ ഒരാൾ എങ്ങനെ ചെഫാകും? ഇപ്പോൾ നമ്മൾ നോക്കാനുള്ള കാര്യം ഈ അടുപ്പ് കത്തുമോ ഇല്ലേ, ഇവർ എപ്പോൾ പാചകം ചെയ്യുമെന്ന് നോക്കണം. അവർ പറയുന്നതെല്ലാം മീരയ്ക്ക് കേട്ടു. ഇത്തവണ അവൾ ഓലകൾ ശരിയായ രീതിയിൽ എടുത്തു വെച്ചു. എന്നിട്ട് തീ കത്തിച്ചു. കുറച്ചു സമയത്തിനകം അടുപ്പ് നന്നായി കത്താൻ തുടങ്ങി. അവിടെ മീര വിജയിച്ചു. അവൾ ചിരിക്കാൻ തുടങ്ങി. പാചകം ചെയ്യാനും തുടങ്ങി. ദേ അവിടെ നോക്കൂ, മീരയുടെ പാചകം എന്താണെന്ന്. അവൾ രുചിയുള്ള റൊട്ടി ചെയ്യുന്നു. അത് കണ്ടോ? ആ റൊട്ടി പതുക്കെ പതുക്കെ പൊന്തി വരുന്നു. കാണാൻ എന്ത് രസമായിരിക്കുന്നു അല്ലേ കല്ലുവേട്ടാ? അതെ, പക്ഷേ ഇപ്പോൾ അവൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അവൾ മൺചട്ടിയിൽ ഗീ ഉപയോഗിച്ച് നല്ല എരിവുള്ള പരിപ്പുണ്ടാക്കുന്നു. കൊള്ളാമല്ലോ, ഇപ്പോൾ തന്നെ എനിക്ക് വിശക്കുന്നുണ്ട്. മീര ചെയ്തുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന്റെ മണം കാറ്റത്ത് എല്ലാ ദിശയിലും പരന്നു. പിന്നെ മീര തോട്ടത്തിൽ നിന്നും തക്കാളി, മല്ലിയില, പച്ചമുളക് കൊണ്ടുവന്നു. എന്നിട്ട് എന്തോ ചെയ്യാൻ തുടങ്ങി. ഇത് നോക്ക് റീന, ഇപ്പോൾ മീര പച്ചക്കറികൾ വെച്ച് പൊരിയൽ ചെയ്തുണ്ടെന്ന് തോന്നുന്നു. അതേ തലവൻ സാറേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ ദേ നോക്കൂ, തേങ്ങയും ശർക്കരയും ഇട്ട ഹൽവയും റെഡിയായി. മീരയുടെ പാചകത്തിൽ നിന്നും വളരെ നല്ല മണം പുറത്തേക്ക് വന്നു. അതുകൊണ്ട് ജഡ്ജസിന്റെ മനസ്സിൽ കൊതി വരാൻ തുടങ്ങി. പിന്നെ ആ മണം കാരണം ജഡ്ജസിന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. വൗ, ഈ പെണ്ണിന്റെ അടുത്ത് തീർച്ചയായും കഴിവുണ്ട്. അതെ, നോക്കൂ, അവർ പാചകം ചെയ്തതിന്റെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ എന്താ നടക്കുന്നത് നോക്കൂ. കാറ്റിന്റെ വേഗം അധികമാവുന്നത് കൊണ്ട് തീ വേഗത്തിൽ കത്തുന്നു. ഇപ്പോഴെന്താ നടക്കും? ഷടാ ഇല്ല, അവൾ വേഗത്തിൽ തീ അണച്ചിട്ടില്ലെങ്കിൽ അവളുടെ ശ്രമം മൊത്തം വീണാകും. പാവം, അവളുടെ അധ്വാനം മുഴുവനും വീണായി പോവും. ആ ഗ്രാമം മൊത്തം അപ്പോൾ പേടിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ തീ അധികമായാൽ ഉണ്ടാക്കിയതെല്ലാം വേസ്റ്റായി പോകും. പക്ഷെ മീര ഒട്ടും പേടിച്ചില്ല. അവൾ ഉടനെ വെള്ളമൊഴിച്ച് തീയെ കൺട്രോൾ ചെയ്തു. അവളുടെ ബുദ്ധിശക്തിയും അവൾ ഉപയോഗിച്ച രീതിയും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. ഇത് കണ്ടിട്ട് ജഡ്ജസ് ഒരുപാട് സന്തോഷിച്ചു. ബുദ്ധി, അധ്വാനം, മീരയുടെ അടുത്ത് എല്ലാം ഉണ്ട്. അതെ, ഇപ്പോൾ ഭക്ഷണത്തിന്റെ രുചിയാണ് മീരയുടെ വിജയത്തിനെ നിശ്ചയിക്കും. അവൾ ബെസ്റ്റായ ഷെഫായി മാറുമോ ഇല്ല എന്ന് പറയും. പിന്നെ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നു? വരൂ, പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്യാം. ജഡ്ജസ് 3 പേരും മീരയുടെ അടുത്തേക്ക് വന്നു. പിന്നെ അവരുടെ മുൻപിൽ ചൂടുള്ള ബാജ്റ റൊട്ടി, ഗീ കൊണ്ടുണ്ടാക്കിയ ദാൽ, നല്ല എരിവുള്ള സബ്ജി, പിന്നെ മധുരമായ ഹൽവയും ഉണ്ടായിരുന്നു. അത്ഭുതം മീര, വാവ്, വളരെ രുചിയായിട്ടുണ്ട്. മീര, ഇത് ഒരു മാജിക് ആണ്. നീ രുചിയാണ് ഹൽവ ചെയ്തിട്ടുണ്ട്. ജഡ്ജസിന് ആ ആഹാരം ഒരുപാട് ഇഷ്ടമായി. പക്ഷേ മീര വിഷമത്തിലായിരുന്നു. അവളുടെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വിജയം കിട്ടുമോ? കുറച്ചു സമയത്തെ ശാന്തതയ്ക്ക് ശേഷം മെയിൻ ജഡ്ജ് എന്തു പറഞ്ഞെന്നാൽ, മീര, നിങ്ങൾ മോശമായ അവസ്ഥയിലും നിങ്ങളുടെ കഴിവ് കൊണ്ട് വിശ്വാസം കൊണ്ട് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തി. നിങ്ങൾ ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ സ്വപ്നത്തിൽ വിജയിച്ചു. ഈ മണ്ണെടുപ്പും ഓലയുമാണ് ഇന്ന് എന്നെ സഹായിച്ചത് നല്ലൊരു ചെഫായി മാറാൻ. ഓ മീര മോളെ, ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. ഒരുപാട് നന്ദി മീരേ, നീ നമ്മുടെ ഗ്രാമത്തിനെ വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നീ ഞങ്ങൾക്കും ഭക്ഷണം തരണം മീര. ഗ്രാമം മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. മീരയുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണുനീർ വന്നു. മീര ഒരു കാര്യം നിരൂപിച്ചിരിക്കുന്നു. തന്റെ സ്വപ്നത്തിൽ ജയിക്കാൻ ഗ്യാസ് സിലിണ്ടർ പിന്നെ കോസ്റ്റ്ലിയായ സാധനങ്ങളും ആവശ്യമില്ല. ആത്മവിശ്വാസവും അധ്വാനവും ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. ഗ്രാമത്തിലെ ജനങ്ങൾ അവളെ ഒരുപാട് പ്രശംസിച്ചു. ജഡ്ജസും സന്തോഷത്തോടെ പോയി. പക്ഷെ അവരോടൊപ്പം ചേർന്ന മീരയുടെ പേരും പട്ടണം മൊത്തം മുഴങ്ങി. ഇപ്പോൾ മീരയുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഗ്രാമത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിലെ വലിയ പാചകമുറിയിലേക്ക്. പാഠം: സാധനങ്ങളുടെ കുറവുകൾ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നത്തിന് തടസ്സമാകില്ല. ആത്മവിശ്വാസവും കഠിന അധ്വാനവും ഉണ്ടെങ്കിൽ യാതൊരവസ്ഥയിലും നിങ്ങൾക്ക് വിജയിക്കാനാകും.